ചായ എടുത്താ പോരെ? 1 2 3 യെസ് ഞാൻ മാങ്ങ കുറച്ച് ഡ്രസ്സിലാക്കണം കേട്ടോ. നേരത്തെ മതി മതി. അതിന്റെ ഇത് കണ്ടോ? ഈ മാങ്ങ പറിക്കുന്നത് അത്ര വലിയ കാര്യമെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങളല്ലേ. പക്ഷേ നമ്മൾ പ്രവാസികൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ബഹ്റൈനിൽ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് മാങ്ങയും ചക്കയുള്ള കാലത്ത് നാട്ടിൽ പോകുന്നുട്ടോ. ഒരു അവസരം കിട്ടിയപ്പോൾ ഓടി ചാടി കയറി. മക്കളില്ലാത്ത ആദ്യത്തെ യാത്ര കൂടെയാണ് കേട്ടോ അത്. ഇടയ്ക്കൊക്കെ മക്കളില്ലാണ്ട് യാത്ര ചെയ്യാം കേട്ടോ, അതൊരു രസമാണ് കേട്ടോ. പിന്നെ നാട്ടിലെത്തിയതേ, നാട്ടിലൊരു ആവശ്യത്തിന് വേണ്ടി വന്നാണ്. നമ്മളെല്ലാവരും സ്വപ്നമാവില്ലേ, പ്രവാസികളുടെ സ്വപ്നങ്ങളിൽ ഒന്നാണ് വീട് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ സഫലമാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. പോകുന്ന വഴിയിൽ ഈ താമരക്കുള്ള കണ്ടപ്പോൾ പറയാണ്ട് നിർത്തിപ്പോയി. നമ്മുടെ നാട് എത്ര മനോഹരമാണല്ലേ. നിങ്ങൾക്കൊക്കെ മിസ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വീട് പണിയുടെ സ്ഥലത്തൊക്കെ എത്തി. തിരിച്ചു വന്നപ്പോൾ നല്ല കോമാങ്ങ കണ്ടു. കിലോ 50 രൂപ വാങ്ങിച്ചു. റോഡിലുള്ള യാത്ര ഭയങ്കര അഭിമാനം തോന്നി. കാരണം പുതിയ നാഷണൽ ഹൈവേ ആണ് രാമനാട്ടിലുള്ളത്. നമ്മൾ അപ്പോൾ ബഹ്റൈനൊക്കെ ഓർമ്മ വന്നു കേട്ടോ. നമ്മൾ ബഹ്റൈൻ്റെ റോഡൊക്കെ ഓർമ്മ വന്നു. ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് അതുകൊണ്ട് യാത്ര ചെയ്തത്. നാട്ടിലെത്തിയിട്ട് കോഴിക്കോട് ബീച്ചിൽ ഉപ്പിലിട്ടത് കഴിക്കാണ്ട് എങ്ങനെയാണ് തിരിച്ചു പോരാ? അല്ല, അതെന്താ നടക്കില്ലല്ലോ. അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ പോയി നമ്മൾ ഉപ്പിലിട്ടൊക്കെ കഴിച്ചു. പിന്നെ ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡാണ് കൂന്തൽ. പക്ഷെ സത്യം പറയാലോ, ഞാൻ അത്ര ഹാപ്പിയല്ല. കൂന്തൽ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ സത്യത്തിൽ പകുതി കഴിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇഷ്ടമുള്ളവരുണ്ടാവാം. അങ്ങനെ തട്ടുകടയിൽ നിന്ന് ദോശയും കഴിച്ച് ശരിക്കും പറഞ്ഞാൽ നാട് ആസ്വദിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തും. വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്നത്. പലപ്പോഴും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹസ്ബൻഡ് ഇതൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം അതിലൊക്കെ പെർഫെക്റ്റായി ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ല നാടൻ മാങ്ങയാണ്. ഞാൻ കടയിൽ നിന്ന് മാത്രമല്ല കേട്ടോ മാങ്ങ വാങ്ങിച്ചിട്ടുള്ളത്. അയൽവക്കത്തെ വീട്ടിൽ മാവിൻ്റെ ചുവട്ടിൽ പോയിട്ട് പെറുക്കിയെടുത്ത് കളക്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ മാങ്ങയാണ്. നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലേ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത്? ഇതൊരു നൊസ്റ്റാൾജി ഫീലിംഗ് ആണ് കേട്ടോ. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് മാങ്ങാക്കാലത്ത് ഒരു നല്ല കാറ്റ് വീശുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കും. കാരണം എന്താ വെച്ചാൽ ഈ മാവിൻ്റെ ചുവട്ടിൽ പോയിട്ട് മാങ്ങയൊക്കെ പെറുക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ പോലെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നാട്ടിലെ മാങ്ങാക്കാലമൊക്കെ ആസ്വദിച്ച് തിരിച്ച് നമ്മൾ ബഹ്റൈനിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബഹ്റൈനിൽ തിരിച്ചെത്തി. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് പിള്ളേരൊക്കെ സ്കൂളിലായിരുന്നു. തിരിച്ച് അവരെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ദിവസത്തിന് ശേഷം അവരെ നമ്മളെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അവർക്ക്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ നിഷന. താങ്ക് യു സോ മച്ച്.